ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതാക്കണ ഇവനെ കാക്കനോടെ മാറ്റി ഒരുങ്ങി കുത്തിരിക്കണേ. എവിടെ പോണേ ഗൈസ്? ഇന്നാണ് ലാസ്റ്റ് ദിവസം. നാളെ രാവിലെ ടൈമൊക്കെ ആവുമ്പോ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തും എന്നാ പ്രതീക്ഷിക്കണേ. ഇൻഷാ അല്ലാ ഗൈസ്, ഞങ്ങൾ മാത്രമല്ല, നബിയിലും അർഷും ഉണ്ട്, പിന്നെ മുന്നേണ്ട്. മുന്നക്ക് പരാതിയാണ്. നമ്മൾ മുന്നൊക്കെ വയസ്സ് കൂട്ടി പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? ആക്ച്വലി ഓനക്ക് 24 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. മുന്നക്ക് 27 വയസ്സായി. ആ വയസ്സിൽ അപ്പൊ ഓനക്ക് പെണ്ണിട്ടാക്കിയത് കേട്ടോ. ഞാൻ വയസ്സ് കൂട്ടി പറഞ്ഞുകൊണ്ട് നമ്മള് വെറുതെ തമാശക്ക് പറഞ്ഞാല് അടുത്തത് ഈ കൂട്ടത്തിൽ ഉണ്ടാവുന്ന മുന്നന്റെ കാലം. അല്ലല്ല, ഇവിടെ ഒരു നിക്കാതെ വരാൻ കിടക്കുന്നുട്ടോ. ഇൻഷാ അല്ലാഹ് സെറ്റ് ആവട്ടെ അല്ലേ? ആ, അപ്പൊ ഞങ്ങള് ഡ്രസ് എടുക്കാൻ പോയിട്ടില്ല. എന്താ നിങ്ങക്ക് പറയാല്ലേ? രാവിലെ തൊട്ട് ഇന്നത്തെ ദിവസം എന്താന്നറിയില്ല. ഇന്നത്തെ ദിവസം പെരും മഴയാണ്. നാളത്തെ അവസ്ഥ എന്താന്നറിയില്ല. അപ്പൊ അതാണ് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ നമ്മള് മയത്ത് കൊണ്ടുപോകാൻ പറ്റണില്ല. അല്ലാതെ നമ്മള് കൊണ്ടുപോയി. നമ്മളിപ്പോ ബൈക്കുമ്പോ ഇപ്പൊ പോണത്. ഞങ്ങള് പോയിട്ട് ഡ്രസ് എടുത്തിട്ടോ. ഓക്കെ, എനിക്ക് ഡ്രസ് എടുക്കാനാണ് പോണത്. വെച്ചിട്ടുണ്ടാവോ അതോ? പറ്റില്ല. അങ്ങനെ ഏട്ടനല്ലേ എടുത്തോണ്ടെങ്കിൽ അമ്മ ഒരു ഡ്രസ്സല്ലേ ചോദിച്ചേ. നമുക്ക് നേരെ ഷോപ്പിക്ക് പോയി നോക്കാം. എനിക്ക് അറിയില്ല, എനിക്ക് ഡ്രസ്സ് എടുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ചടങ്ങാണ്. ഒരു 4 വട്ടം എടുത്താലും പിന്നെയും കൊണ്ടേ മാറ്റും. അതെ, മുന്നേനല്ലേ ഞാൻ പറഞ്ഞുതരാം. മുന്നേനെ പീടി കൊണ്ടുപോയോ? അവിടെ ടി വി ഉണ്ടോ? അവിടെ ഇരിക്കും. പെണ്ണുങ്ങളെക്കാട്ടി കഷ്ടമാണ്. നല്ലത് നോക്കി എടുത്തു കൊടുക്കും. അതെ അതെ, ഞാൻ പറയാം. അപ്പൊ തീരെ ഉണ്ടാവില്ല. എനിക്ക് ഞാൻ ഒരു കാര്യം പറയാം. എനിക്കിതിപ്പോ നബീലിനെ കുറച്ച് വിശ്വാസമുണ്ട്. കാരണം എന്നോട് പറഞ്ഞു അടിപൊളിയാണ്. അതുകൊണ്ട് നമ്മള് നബീലിനെ ഏൽപ്പിച്ചിരുന്നല്ലേ? ഞാൻ ലൂസ് ഇടാറുള്ളൂ. അതെ അതെ, നമ്പാൻ പറ്റൂല. നമ്മള് നേരെ ഇറങ്ങിയല്ലേ? എന്നാ നേരെ ഇറങ്ങാം. മമ്മ ഞങ്ങളെന്നാ പോയിട്ട് വരാം കേട്ടോ. പോയിട്ട് ഡ്രസ് എടുത്തിട്ട് വരാം. ഞങ്ങൾ പോയി എടുത്തിട്ട് വരാം. നോക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളിഞ്ഞ് നേരെ പോകാൻ പോണത് ഷോപ്പിക്കാണ്. അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി നോക്കാം. തപ്പലോട് തപ്പലാക്കിയാലോ. ഇന്ന് നിലമ്പൂരങ്ങാടി നമ്മൾ ആകെ കറങ്ങും. എടുത്തു. അതൊക്കെ തിന്നോണ്ട്. അപ്പൊ ഒന്ന് നിലമ്പൂരങ്ങാടി മൊത്തം നമ്മള് തെണ്ടും. അതൊക്കെ എടുക്കാം. നിലമ്പൂരങ്ങാടി തണ്ടേണ്ടി വരില്ല. അപ്പൊ ഒന്ന് രാവിലെ 4 മണിക്ക് എത്തും. അതെ, 4 മണിക്ക് എത്തും. അടച്ചു പോടാ. 4 മണി ആക്കും. പെരുന്നാക്കന്റെ മണി എത്ര മണി ആക്കിയത്? 5 മണി എത്തിയ രാവിലെ പെരുന്നാക്ക്. എനിക്ക് ഡ്രസ് എടുക്കാം, ഒരു ഷർട്ട് എടുക്കാൻ ഇപ്പൊ 4 മണിക്ക് കഴിഞ്ഞോണ്ട്. അപ്പൊ നമ്മള് നേരെ നിലമ്പൂർ പോവാണ്. നിലമ്പൂരിൽ എല്ലാ കടയും നമ്മള് അരിച്ചു പൊറുക്കാൻ വേണ്ടി പോകാണ്. ഇപ്പൊ എനിക്ക് ഡ്രസ്സിന് വേണ്ടിട്ട്. അപ്പൊ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ 2 കടയിലെത്തി. ചെക്കനോടെ ഡ്രസ് നോക്കിക്കൊണ്ടിരിക്കും. 32 പറഞ്ഞു. എടാ, ഇതിപ്പം പെരീന്ന് കൊണ്ടുവന്ന ഷർട്ടല്ലേ? എന്നിട്ട് വേണ്ടാറുണ്ട് ഇത് ഏതാ സൈസ്? മീഡിയം. അതിന്റെ സ്മോൾ എടുക്കും. അടിയാവാണ് ഡ്രസ്സിന്റെ ഇവിടെ ഉണ്ടായിരുന്നു. ആ വരുന്നേ മച്ച വേമ്പ നമ്മളടുത്തില്ല. ആ റെഡ് അതിന് സ്മോളും കൂടി കൊണ്ടുപോയി. അനക്ക് ഇന്നയാണല്ലേ? അനക്ക് ഇന്നയാണല്ലേ? മുന്നേ എനക്കെന്താ പറയല്ലേ? ആ പേണ്ടല്ലേ പെരിയില്ലേ? അത് കൊണ്ടുവന്നിക്കണല്ലോ. താഴെ വണ്ടിയിലുണ്ട്. കണ്ട് ജാന്ന് എടുത്തോണ്ട. എടാ മോണ്ട ശരി. 32 ഉണ്ടോ? 32 ഉണ്ടോ? കൊണ്ടോ ചെല്ല്. ഗൈസ്, ചെക്കന് പണി കൊടുത്തോണ്ടേ നിക്കാണ്. ചെല്ല്. 28ഓ?
ഗൈസ് വൻ ചർച്ചയിലാണ്. ചെക്കന് ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ എന്താ എനിക്ക് പറയാല്ലേ, അടിപൊളി ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ കുടുങ്ങലാണ് ചെക്കനെ കൊണ്ട്. സ്മോള് കൊണ്ടുവന്നു. സ്മോൾ എന്താ അവസ്ഥ പറഞ്ഞേ? ഓനക്ക് ഇന്നിയാണല്ലേ നോക്കടാ. ഫാൻ്റെ തന്നെയാണ് 32. രസമുണ്ട്. എല്ലാ കൂട്ടത്തിലും മൂപ്പിക്കുന്ന ഒരുത്തനുണ്ടാവില്ല, അവനാണത്. എനിക്ക് പറ്റി തന്റെ മോന്തൊക്കെ ചേർച്ചുള്ള സാധനം എടുക്കുള്ളൂ. അതല്ലേ എന്താ അങ്ങനെ ഒരു വർത്താനം എന്താ? മോണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്ക, ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്ക. മോണ്ട ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്ക. പെട്ടിക്കൂട്ടിലേക്കല്ലേ ഇങ്ങോട്ട് ഇറങ്ങി. മോണ്ട ഇങ്ങോട്ട് ഇറങ്ങടാ, പുറത്തേക്ക് ഇറങ്ങി. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എടാ അങ്ങനത്തെ ഷൂ ആടാ അത്. ഇത് ഫോർമലോ ബൂട്ട്സ് അല്ലേ പെരിയിലൊന്ന് വാങ്ങി വെച്ചിക്കണേ? ഓക്കെ ഇട്ടോ ഓക്കെ. അടിപൊളി പൊട്ടത്തരം പറയണല്ലോ. ഇതാണോ ബൂട്ട്സ് അല്ല ആണോ? ബൂട്ട് ഡ്രസ് എടുക്കാൻ ഇറങ്ങിയ കോലാണ്. പുറത്തേക്ക് ഇറങ്ങി നോക്കട്ടെ. മോണ്ട എന്താ അവസ്ഥ നോക്കട്ടെ. അത് കുഴപ്പമില്ല. ആ ഷർട്ട് ഒരു മാറ്റം എനിക്ക് കണ്ടിട്ട് എന്താ തോന്നണേ? എന്താ ഡ്രസ് കണ്ടിട്ട് എനിക്ക് തോന്നണേ? ഫാന്റ് ഓക്കെ ആണോടാ? വൈറ്റ് ഇട്ടാലോ? എക്സ്മോൾ ഉണ്ടോ? ഉണ്ടാക്കാൻ പറ്റുമോ? ഒറ്റ ദിവസം ടൈമുള്ളൂ, മണിക്കൂർ ടൈമുള്ളൂ. ഗൈസ് ഞങ്ങള് വേറൊരു സാധനം നോക്കി. മോണ്ട ഇങ്ങോട്ട് വന്നാ എടാ രസമുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങിക്ക, ഫുള്ളായിട്ട് കാട്ടിത്തരാ. എടാ ഇത് രസമുണ്ട് സത്യം സത്യം. എടാ മോണ്ട നിക്ക് എനിക്ക് ഈ വീഡിയോ കാട്ടിത്തരാം, എനിക്ക് ഈ വീഡിയോ എടുത്തരാം. ഓടണം. ഗൈസ് ഞങ്ങൾ അങ്ങനെ ഇത് എത്രാമത്തെ ഷോപ്പാ? രണ്ടാമത്തെ ആയിട്ടുള്ളൂ. രണ്ടാമത്തെ ഷോപ്പിൽ നമ്മൾ വന്നു. ഓനക്ക് നോക്കിക്കൊണ്ട് നിൽക്കണ്ട്. മോണ്ട എടുത്തിട്ടില്ലല്ലോ, നോക്കിക്കൊണ്ട് നിൽക്കല്ലേ? എടാ നബീൽ എന്താ അഭിപ്രായം? എനിക്ക് നോക്കിക്കൊണ്ടിരിക്കണ്ട് ഒരു വളത്തിനകത്ത് ഷർട്ട് പാന്റ് തരുമല്ലോ, പാന്റ് ഇട്ടപ്പോ ഷർട്ട് തരുമില്ല. അത് മറ്റീന്റെ എടാ നമ്മള് മുന്നേ ഇത് നമ്മള് നാളെ നോക്കിന്റെ ബ്രൗൺ അല്ലേ? ഇത് ബ്രൗണോ മെറൂണോ? അവിടെ ഉണ്ടായിട്ട് തോന്നുന്നു. രണ്ട് കളറുണ്ട്. അതിന്റെ പച്ച ഒന്ന് ഇട്ടോക്ക്. പച്ച താഴേക്കോ അവിടുന്ന് നമ്മള് അവിടുന്ന് ഇതിന്റെ ഏതെടുത്തീന്? ഗൈസ് നമ്മള് വേറൊരു ഷർട്ടും കൂടി ഇതാക്കിക്കണ്. ഇത് ഗ്രീൻ അല്ലേ മുന്നത്? ഗ്രീൻ അതന്നെ. ഇത് രസമുണ്ട്, എനിക്ക് നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. ഗൈസ് നിങ്ങളും കൂടി ഒന്ന് കമന്റ് ചെയ്യാം എന്താ അവസ്ഥന്ന്. അല്ല കമന്റ് ചെയ്തിട്ട് കാര്യമില്ല, പരിപാടി കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ. പക്ഷെ ഇത് രസമുണ്ട്. നബീല എന്താ അവസ്ഥ? അർഷോ ഇതെന്താ അവസ്ഥ? ഡ്രസ് നോക്ക്. ഓളേതാ കളറ്? പിങ്കാ വൈറ്റാ? പിങ്കാ ഇതോ ഗ്രീൻ അല്ലോ? ഒന്നുകൂടി ആണോ? രണ്ടോളം ഒരേ കളറാകുമ്പോ ഇതാവോ? ഇവിടെ ഒരു വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു വർക്കൊക്കെ വരുന്നുണ്ട്. ഇടത്ത് രസമുണ്ട്. നമുക്ക് സജഷൻ വെക്കാം. പനിക്കാരനാണ്. പനി ചെക്കൻ പനി പിടിച്ചടക്കാണ് നീച്ചു എന്നൊക്കെ പറഞ്ഞേ. പിങ്ക് കാണുന്നുണ്ട്. ഇതൊന്ന് ഇട്ടോക്ക്. അതൊന്ന് നേരത്തിട്ടാണ് ഞാൻ പച്ചയാണോ അതൊന്ന് കൺഫ്യൂഷൻ ആണ്. അത് നോക്കട്ടെ ഗൈസ്. നമ്മള് സെയിം ഷർട്ടിന്റെ വേറൊരു ഡിസൈൻ നോക്കുകയാണ്. രസമുണ്ട് ഇല്ലേ? മുന്നേ എന്താ അവസ്ഥ? എടാ ഇത് കറക്റ്റ് ഫിറ്റ് ആണ്, രസമുണ്ട്.
ടോക്സേ എല്ലാം സെറ്റാണെന്ന് അറിയുമ്പോ ഉണ്ടെക്ക് പക്ഷെ ഉണ്ടെക്ക് ഫുഡ് കിട്ടിയാ മോണ്ടത്തെ രസമുണ്ട് സത്യത്തില് ഇജ ഒന്ന് അങ്ങോട്ട് കുറച്ച് ബാക്ക് നിൽക്കുന്ന ഗ്രീനിൽ ഇതുണ്ടോടാ ഗ്രീനിലുണ്ടോ ആ വർക്കല്ലേ എടാ രസമുണ്ട് വർക്ക് രസമുണ്ട് ഇതിന് വേറെ കളർ ചേഞ്ച് ഉണ്ടോ ബ്ലാക്കും പിന്നെ ഹാഷോ മോണ്ട ഹാഷ് കളറും കൂടി എടുത്തോളാം അത് രണ്ടും എടുത്തോളാം അത് രണ്ടും എടുത്തോട്ടെ രസമുണ്ടോ സത്യത്തില് രസമുണ്ട് ചെക്കിന് ബ്ലാക്ക് കളറും കൂടി നോക്കി പക്ഷെ ബ്ലാക്ക് അനക്ക് ഇട്ടിട്ട് എന്താ അവസ്ഥ ജന്റെ അഭിപ്രായത്തില് ഒരു സുഖം തോന്നില്ലല്ലോ എടാ എനിക്ക് ഈ സാധനത്തിനും രസം മറ്റേ ഡിസൈൻ ആണ് എനിക്ക് തോന്നുന്നത് മറ്റേ ഡിസൈൻ അടിപൊളിയായി ചെക്കനൊരു ഡ്രസ് എടുക്കാൻ വന്നിട്ട് കുടുങ്ങിക്കണേ നോക്കട്ടെ കാരണം എനിക്ക് ഡ്രസ് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറേ ടൈമാണ് നോക്കാം വെയിറ്റ് ചെയ്ത് തന്നെ നോക്കാം ഒന്നുമില്ല എന്നെ കുറിച്ച് ഞാൻ പൊക്കി പറഞ്ഞ നമ്മള് വേറൊന്നും കൂടി നോക്കി അതായത് ഇതെന്താ അവസ്ഥ നമ്മള് വേറൊരു കളറും കൂടി നോക്കിയതാണ് കളറല്ല വേറെ ഡിസൈന് അത് വേണ്ട കുഴപ്പമില്ല പരുന്ത് പാറണൊരു സാധനം ഇതെങ്ങനെയുണ്ട് കമന്റ് എന്ത് ചെയ്യാൻ സാധനം തെറ്റല്ലേ എനിക്ക് പെട്ടെന്ന് പോകണല്ലേ നമ്മളൊന്ന് കമന്റ് ചെയ്യട്ടെ എങ്ങനെയുണ്ട് നബീലൊന്ന് മാറുന്ന ചെക്കൻ എങ്ങനെയുണ്ട് നോക്കട്ടെ എന്താ അവസ്ഥ അനക്കിട്ടിട്ട് എന്താ അവസ്ഥ അനക്കിട്ടിട്ട് ഏതാ ഒരു ഇത് തോന്നുന്നു ഇതാണോ അതോ മറ്റേ ഡിസൈൻ ആണോ ഫാൻ്റെ എനിക്ക് ഓക്കെ ആണോടാ എടാ ഫാൻ്റെ എനിക്ക് ഓക്കെ ആണോ ഓക്കെ ഗൈസ് കൊറേ നേരത്തെ കഷ്ടപ്പാടിന് ഒടുവിൽ അല്ലേ ആ മുന്ന സാധനം കിട്ടി ഗൈസ് നിങ്ങളെ അഭിപ്രായം എന്താന്ന് വെച്ചാ പറയും കൺഫേം ചെയ്ത് മറ്റെന്താ പറഞ്ഞത് ഇവിടെ ഇതാക്കാനല്ലേ ഡ്രസ് ഒന്ന് ഫിനിഷ് $1,00,000 വാച്ച് എങ്ങനെ ഇടാന്നാണ് നിലമ്പൂർ ഡോക്സ് പറയുന്നത്. 80,000 ഒറ്റടിക്കാണ് കുറഞ്ഞത്. 80,000 ഒറ്റടിക്കാണ് കുറഞ്ഞത്. സംഭവം ഡ്രസ് എങ്ങനെയുണ്ട് സംഭവം നൈസ് ആയിക്കണേ ഞങ്ങക്ക് പറ്റിയിരിക്കണേ. ഗൈസ് വർക്ക് വരുന്നതാണ് കേട്ടോ. അവിടെ നിക്ക് ഇത് പരുന്ത എന്തോ ഒരു കിളി. ഇതാണ് വർക്ക് വരുന്നത്. അനക്കെന്താ അവസ്ഥ? സെറ്റല്ലേ സംഭവം? സെറ്റല്ലേ? അനക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഓക്കെയാണ്. ഇനിയിപ്പോ ആകെ പറഞ്ഞ ഇവിടെ മറ്റേ ഇതിടണല്ലേ, അതായത് ഗൈസ് കൈയൊന്ന് നേരെ ഒന്ന് നിക്കാൻ വേണ്ടിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ചെറിയൊരു സ്റ്റിച്ച് ഇടാനോ, അപ്പൊ അത് നോക്കി നോക്കാം. ഇനി എന്തായാലും ഡ്രസ്സ് കൺഫേം ആക്കിക്കണ അളിയാം. ഔ അന്നെക്കൊണ്ട് ആദ്യമായിട്ട് എന്നാ പോവല്ലേ നീ. നാളെ 7 മണിക്ക് മാറ്റണം പറയുന്നത്. നല്ല രസമുണ്ട്. മെയിൻ പരിപാടിയാണ് അത്. ഒന്ന് എടുത്തിട്ട് പിന്നെ പെട്ടെന്ന് മാറ്റും എന്ന് പറയുന്നത്. സർപ്രൈസ് കൺഫർമേഷൻ വേണം. നിങ്ങളെ അഭിപ്രായം പറയട്ടോ, എന്താ അവസ്ഥ എന്നുള്ളത്. ഓൾറെഡി അനിയൻ കാണിച്ചു. നമുക്ക് ഇറങ്ങി നോക്കാം. അപ്പോ ഇത് നമ്മൾ കൺഫേം ആക്കിയിരിക്കുന്നു ഗൈസ്. താങ്ക് യു. അങ്ങനെ കുറെ നേരത്തെ അധ്വാനത്തിനൊടുവിൽ എനിക്കൊരു ഷർട്ട് എടുത്തു. ഇതിലുണ്ട് ഒരു ഷർട്ട്. എല്ലാത്തിനും അത്
നമുക്ക് നാളെ ഇട്ട് പോകുമ്പോ വിശദമായിട്ട് അതെ കാണാം. എല്ലാത്തിനും വേണ്ടത് ആരാണ് ഇവര്? നബീല് പറയണം. നബീല് പറഞ്ഞിട്ടൊരു വാക്ക് വരുന്നുണ്ട്, പക്ഷെ അത് ഇതില് പറയാൻ 10:45 എന്തായാലും കുഴപ്പമില്ല. അധികം ടൈമൊന്നും ആയില്ലല്ലേ? വിചാരിച്ച നോക്കല്ലേ, രണ്ടാമത്തെ ഷോപ്പിൽ തന്നെ കിട്ടി. സാധാരണ ഇങ്ങനെ ഉണ്ടാവില്ല. സാധാരണ ഇങ്ങനെയല്ല, നേരം വിളിക്കാറുണ്ട്. അതിൽ ആറ് വന്നത് പോയോ? എന്റെ ജനങ്ങളെ ബാക്കി ഗൈസ്, അപ്പോ നമ്മളിനി നേരഞ്ഞ ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കണം. ഫുഡ് അമ്മൂനൊക്കെ ഫുഡ് ആരെ വകയില് ഫുഡ് ഇട്ടാ മതി. അപ്പൊ ഗൈസ് കുഴപ്പമില്ല, നമ്മള് വിചാരിച്ച കണക്കല്ല, കിട്ടി, സാധനം കിട്ടി. അപ്പൊ ഇനി നേരെ പോവില്ലെന്നാ ഇവിടുന്ന് ഇറങ്ങാൻ നോക്കട്ടെ, ബില്ലാക്കണം, എന്നിട്ട് നേരെ ഇറങ്ങാൻ നോക്കട്ടെ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഇത്രയൊക്കെ പെട്ടെന്ന് സെറ്റ് ആകും കേട്ടോ ഡ്രസ്സ്. എന്നാ നമുക്ക് ഇനി പോവാൻ നോക്കാം. ഇനി ഫുഡ് കഴിക്കാണ്ട് മുന്നേ ഫുഡ് വാങ്ങി തരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്നാ കഴിക്കാൻ പോവാം. നമ്മളെ ഡ്രസ്സിങ്ങിന്റെ പരിപാടി കഴിഞ്ഞു, ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പത്തിന് ചെറുക്കനൊന്ന് മുടി കട്ട് ചെയ്യാൻ വേണ്ടിട്ട്, മുടി പിന്നെ ചെറുതായിട്ടൊന്നും മുടി, അതെ ലുക്ക് ആക്കണമെന്നൊക്കെ പറയണേ. എന്റെ മോനെ എൻഗേജ്മെന്റ് അനക്ക് തന്നെ. ടൈം എത്ര ഇപ്പൊ മുന്നേ? ഇതില് വീഡിയോ എടുക്കല്ലേ? 11:26, 11:30. ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ? ഉറങ്ങാൻ എന്തിനാ? ഫുഡ് എപ്പളാ? ഉറങ്ങിയാണ്ട് നാളെ രാവിലെ എത്തും. വരാൻ പറ. 8 മണിക്കല്ലേ ഇറങ്ങണേ? അപ്പൊ ഏറെക്കെത്തണം. ഓക്കെ ഗൈസ്, ചെക്കൻ്റെ മുടി എന്തായാലും വെട്ടി കൈയിട്ടുന്നുണ്ട്. എനിക്ക് എന്തേലും ഇതുണ്ടോ? കിട്ടണില്ലടാ, കാരണം തൂങ്ങണ വേണം എനിക്ക്. ഓന അതിന്റെ പേരില് നാളെ പോകാക്കും. ഓന അങ്ങനെ എടുക്കാനാണ്. എടാ നാളെ മുട്ടായി എടുക്കലാണ്. പിന്നെ പറഞ്ഞു ആകെ ടെൻഷനിലാണ്. എന്തിനു ടെൻഷൻ അടിച്ചിട്ട്? പരിപാടി ഒന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ വാപ്പാക്ക് പോടിച്ചു, അല്ലെങ്കിൽ വാങ്ങണോ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പരിപാടി നടത്തിയാ പോരെ? പറ്റിയിട്ടില്ല. എന്തായാലും ചെക്കനെ മുടിയിട്ട് പരിപാടി കഴിയട്ടെ, അതിന് എനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം അല്ലേ? വെയിറ്റ് ചെയ്ത് നിൽക്കാം ഗൈസ്. സുന്ദര കുട്ടപ്പനാക്കാം. അതെ, മുടി വെട്ടാതെ ചെക്കനോട് വെളുപ്പിച്ചിട്ടുണ്ട്. മുഖത്തെ ടാനോ? ഞാൻ പറഞ്ഞു പരിപാടി കഴിച്ചോട്ടെ. എന്തൊക്കെ ക്രീമൊക്കെ ഏടത്ത് എന്താണ് സംബന്ധം പറഞ്ഞു കൊടുക്കും? ട്രെൻസോ, ക്ലെൻസോ, എന്തോ ഒരു സാധനമാണ്. ആദ്യമായിട്ട് അതൊക്കെ ചെയ്യുന്നത്. എന്താണ്? ഒന്നുമില്ല. എന്തായാലും ഗൈസ് ഇതൊന്ന് കൈയ്യട്ടെ, എന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ പോകാന്. മുന്നന്റെ ചെലവാണ്. എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോണം. അതിന് എന്തായാലും കയ്യട്ടെ, ടൈം എടുക്കടാ, വെളുക്കട്ടെ. ചെക്കൻ വേറൊരു ക്രീമും കൂടി തേച്ചിക്കണേ. എന്താടാ വെളുക്കോ? ബോസ് ഇതെന്താ സാധനം? എന്താ ടാൻ റിമൂവ് ചെയ്യണോ? ഉറക്കം വന്നിട്ട് എന്റെ കണ്ണൊക്കെ ചോന്നണേ. കണ്ണു കഴിയത് നീറ്റലാണ്. ആണോ? ടാന് പോയിക്കോട്ടെ, പോയിക്കോട്ടെ. ഒരു പപ്പായ ഫേഷ്യൽ ചെയ്യണമെങ്കിൽ എന്തായാലും സെറ്റാട്ടെ ഗൈസ്. ഇതൊന്നും ഇതായിട്ട് വേണം ചെക്കന് നാളെ പരിപാടിക്ക് പോകാന്. ടെൻഷൻ ഉണ്ടോ എനിക്ക്? നാളെ മുട്ടായി കൊടുക്കലാണ്. നല്ല ഓർമ്മ ഉണ്ടോ? പേടിക്കൊന്നും വേണ്ട, വെയിറ്റ് ആൻഡ് സീ. അതാണ് ആ സാധനം കണ്ടു കഴിഞ്ഞിട്ട് മണത്തിട്ട് എനിക്ക് ഛർദിച്ച മീനുണ്ട്. കാറിന് ഛർദിച്ച, ബാർബർ ഷോപ്പിൽ ഛർദിച്ച, എന്റെ ഇജ്ജ് എവിടെ നിക്കാന്നാണെന്നാ? ഒന്നുമില്ല, പോകുമ്പോ അതിന്റെ കാര്യല്ല. ഡോക്ടറാണ്, ചെറിയൊരു ഹാർട്ടിനൊരു കുഴപ്പമുണ്ട്, അതൊക്കെ ശരിയാക്കാം. അങ്ങനെ ഞങ്ങളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം ലേറ്റ് ആയിട്ടോ, 2 മണി ടൈമായി. അതേപോലെ തന്നെ നമ്മള് ഒരു കാറ് നമ്മള് നാളേക്ക് പോവാൻ വേണ്ടി എടുത്തിക്കണ്. ചെറിയ കാറാണ് ഇല്ലടാ? ആണോ? 10 ലക്ഷം കണ്ടു ഇതിന്?
ഇതിന് വേണ്ടി എടുത്താണ് ഗൈസ്. റെന്റിന് എടുത്താണ് അല്ല പിന്നെ ഓക്കെ അങ്ങനെ എടുത്തതാണ്. നാളെ നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാറാണ് കേട്ടോ. അത് നൈറ്റ് ആയതുകൊണ്ട് കറക്റ്റ് കിട്ടണില്ല. നമുക്ക് നാളെ രാവിലെ കറക്റ്റ് കാണിച്ചു തരാം. ബലേനോ എന്തായി കഴിഞ്ഞാലും ആദ്യമായിട്ടാണ് ഒരു കാറൊക്കെ. എന്നാ മഴ അവിടെ വെയിറ്റ് ആക്കി നിൽക്കുന്നുണ്ട്. നമുക്കിനി പെരിക്ക് കയറി നോക്കാം. എന്നാ മുന്നേ നാളെ രാവിലെ 7 മണിക്കൂടെ എത്തിക്കോ. 7 എത്തണം. 7 മണിക്ക് എത്തിക്കോ. ഗൈസ് കാറിൻ്റെ താക്കോലോടെ ഇതാണ് നമ്മളെ കാറിൻ്റെ താക്കോല്. നമ്മളെ കാറല്ല, റെന്റിന് എടുത്ത കാറ്. ഇനി നമുക്ക് നടക്കല്ലേ ഗൈസ്. ഇമ്മി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. നേരെ 2 മണിയായിട്ടും ഇതുവരെ ആരും കണ്ണടച്ച് ഉറങ്ങിയിട്ടില്ല എന്ന് പറയാം അല്ലേ. എന്താ നടക്കണേ? ഉറങ്ങിയില്ല എന്നിട്ട് എവിടെ ഉറങ്ങിയിട്ടില്ല. വണ്ടിയോ? ഞമ്മക്ക് വണ്ടി വാങ്ങിയോ? ഞമ്മക്ക് വണ്ടിയല്ലേ, നാളെ പോവാനുള്ള വണ്ടിയാണ്. കാറാണത്. പിടിച്ച് നോക്കി കഴിഞ്ഞാൽ ലോക്കാവോ? സ്വിച്ച് ബോർഡ് പിടിച്ചേക്കല്ലേ. മനസ്സിലോ പറ്റിച്ചാണ് ഡ്രസ് എങ്ങനെ നോക്കി ഒന്നുറങ്ങി ഓർക്കത്തന്നെ വിളിച്ചോണ് വണ്ടീന്റെ കീ എന്നാ പിന്നെ ഞാൻ റോട്ടിലെടുത്തിക്കണേ. നമുക്ക് നിർത്താൻ കാഴ്ച വേറെ സ്ഥലമില്ലല്ലോ. വേറെ നമുക്ക് ചെറിയപ്പോഴോട് ചോദിച്ചു നോക്കേണ്ടി വരും. കാറ് നിർത്താൻ നമുക്ക് എന്താ പറയാ മുറ്റൊന്നും ഇല്ലല്ലോ നമുക്ക്. അപ്പൊ നമ്മള് ഗായ്സ് കാറ് റോട്ടിലെടുത്തിട്ടാണ് പോയി നിൽക്കണത്. പ്രശ്നം ഉണ്ടാവില്ല ഈ കാലല്ലേ. അത് 5 മണിക്ക് നീച്ചണം കേട്ടോ. 5 മണിക്കോ? കുളിച്ചൊന്നും വേണ്ടേ നിങ്ങള്? എന്താണ് 2 മണി ഇപ്പൊ തന്നെ. ഡ്രസ് എങ്ങനെ നോക്ക്. ഇങ്ങോട്ട് അവിടെയൊക്കെ തിരക്കല്ലേ, നമുക്ക് നിർത്താൻ വേറെ സ്ഥലമില്ലേ. നമ്മളെന്ത് ചെയ്യും പിന്നെ? റോട്ടിൽ നിർത്തല്ലാതെ. മീഡിയ അല്ലാതെ നിക്കാറാണ്. മീഡിയ ഒന്നുമല്ല ഇത്. ഇന്റെ പൊളിച്ചു. ഞാൻ ഈ കളർ തന്നെ ഞാൻ പറഞ്ഞേനെ. അടിപൊളി അടിപൊളി. തേച്ചോ? രാവിലെ നീച്ച് മെയിനായിട്ട് തേക്കാൻ നിക്കരുത്. ഇത് ഇമ്മ ഇന്നാളി നാട്ട് തേച്ചിനിയോ ഉള്ളു കൂടെ? അതേപോലെ പുറത്തു കൂടെ തേക്കണേ. ഞാൻ നോക്കട്ടോ തേക്കണ്ടല്ലോ. തേക്കൊന്നും വേണ്ട. എന്റെ തേക്കേണ്ടി ഒരു തേക്കാൻ പറഞ്ഞേ. എന്റെ തേക്കൊന്നും വേണ്ട, സാധാ അങ്ങനെ തന്നെ വെച്ചാൽ മതി. അപ്പൊ ഇത് മാറ്റിയില്ല. ഇത് അതെന്താ വെള്ളല്ലേ? അത് മാറ്റിയിട്ടില്ല. അവിടെന്നോട്ടെ നേരെ ഇപ്പൊ ടൈം 2 മണി ടൈമായിട്ടോ ഗൈസ്. 2 മണി 2:30. ഇപ്പോഴാണ് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞത്. ഇനിയിപ്പോ ഇന്നത്തെ ദിവസം എനിക്ക് ഉറക്കുണ്ടാവില്ല, ഉറപ്പാണ്. എങ്ങനെ ഉറങ്ങാ? നാളത്തെ ഒന്ന് കഴിയാതെ എനിക്കൊരു ഇതുണ്ടാവൂല. കുട്ടി ഒന്ന് കണ്ണു കളിക്കോ. ഞാൻ അതൊക്കെ മംഗളമായി നടക്കും. മംഗളായിട്ട് നടക്കും. എനിക്ക് ബജാറായിട്ടില്ല. പേടിണ്ടാവില്ല. എന്തിനു പേടിച്ചേ? അപ്പൊ കല്യാണത്തിന് എന്താട്ടുക? അതാണ് കല്യാണത്തിന് ഞാൻ ടൗല് വാങ്ങിക്കണേ. സോക്സ് ഒന്നും വേണ്ട കേട്ടോ. സോക്സ് ഇടല്ലേ, അതൊക്കെ ഇട്ട് മതി. എല്ലാം നടക്കൂല. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതിലെല്ലാവർക്കും വലിയ മാടം തന്നെ ടാറ്റോട് തന്നെ അസ്സലാമു അലൈക്കും പറഞ്ഞാണ്. നാളെ രാവിലെ കാണാം. നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങും കറക്റ്റ്. പിന്നെ അതേപോലെ തന്നെ നമുക്കുള്ള മുട്ടായും സാധനങ്ങളും കിട്ടിയില്ല. അത് നാളെ നമ്മള് മഞ്ചേരിയിലാണ് ഏൽപ്പിച്ചത്. മഞ്ചേരി ഷുഗർ ഫിൽസ് അവിടെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഓലി നമുക്ക് ആ ടൈം ആകുമ്പോൾ ഓലി നമുക്ക് സെറ്റാക്കി തരാന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എടിയിലാണ് ആൾക്ക് എടുക്കേണ്ടത്. നമുക്ക് എന്തായാലും വ്ളോഗിലുണ്ടാവും. അപ്പൊ എല്ലാരും വ്ളോഗ് കാണുക അല്ലേ? തണുത്ത കുറച്ച് കുത്തിരിക്കുക. അപ്പൊ എന്നാ ആരും എടുത്തല്ലേ വൈൻഡപ്പ് ചെയ്തല്ലേ? നാളെ നേരം വെളുക്കണേരെ ഒരു ഇത്തേക്കാരം കഴിച്ചു. ഒന്ന് കണ്ണു കളിക്കോ. എന്താ അല്ലേ? ഒന്നാ വൈൻഡപ്പ് ആക്കി നമുക്ക്. അപ്പൊ ഇത് നമ്മളെ എലംബോട്ടോക്സിന്റെ വാച്ചാക്കിയത്. പണ്ടത്തെ ആൾക്കാരെ വാച്ച് അതാണിപ്പോ ഫാഷൻ. അതാ. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതിലെല്ലാവർക്കും അസ്സലാമു അലൈക്കും.